ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTMB ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. ഞാൻ ഇന്നിത് ഒരു തേനീച്ചപ്പെട്ടിയിൽ നിന്ന് ഒരു മുട്ടയും പുഴുവുള്ള നല്ലോണമുള്ള ഒരു അട ഇതിപ്പം പുറത്തെടുത്തിരിക്കുകയാണ്. ഈ അട ഞാൻ വേറൊരു കൂട്ടിൽ നിന്ന് എടുത്തതാണ്. അത് ഈ കൂട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ 15 ദിവസം മുമ്പ് തേനീച്ചക്കൂട് പിരിച്ച് പുതിയ റാണി സെല്ല് വിരിഞ്ഞ് റാണി സെറ്റായ ഒരു കൂടാണ്. റാണി വിരിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ പെട്ടിയിൽ കൂടിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ 15-16 ദിവസം കഴിഞ്ഞ് പിരിച്ച റാണി ആയ ഒരു കൂടിനൊരു പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആളുകൾ, തേനീച്ചക്കൂട് പിരിക്കുന്ന ആളുകളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട്ടിലെ റാണി ഒരു 10 ദിവസം കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുമ്പോൾ റാണി വിരിഞ്ഞു, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നൂലുമുട്ട അടകളിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഈച്ച കൂട് വിട്ട്, മൊത്തം ഈച്ച റാണി അടക്കം കൂട് വിട്ട് പോകുന്ന അനുഭവം മിക്ക ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് റാണി വിരിഞ്ഞു വന്നാലും കണ്ടോ, ഈ അടകളിലൊന്നും മുട്ടയും പുഴുവും പൂമ്പൊടിയും അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ റാണി ഇതിനകത്തൂടെ നടപ്പുണ്ട്. ഈ റാണി വിരിഞ്ഞ് വന്നിട്ട് ഈ അടകളിലൊന്നും മുട്ടയും പൂമ്പൊടിയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ റാണിക്ക് ആ കൂട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഏത് കൂടാണെങ്കിലും റാണി ഉള്ള കൂടിന് കുറേ മുട്ടയും പുഴുവും പൂമ്പൊടിയും മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കൂടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ അൺലിമിറ്റഡായിട്ട് മഴ ഉള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ പോകില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പോകാതിരിക്കുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര അനുകൂലമായ ഒരു സാഹചര്യമാണ് എങ്കിൽ ചിലപ്പോൾ ഈ തേനീച്ചക്കൂട് ഉപേക്ഷിച്ച് ഇവർ പറന്നു പോകും. കാരണം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ വേറൊരു കൂട്ടിൽ നിന്ന് മുട്ടയും പുഴുവും ഒക്കെ സമാധിയും പല സ്റ്റേജിലുള്ള പുഴുവും മുട്ട ഇതൊക്കെയുള്ള ഒരു അടയെടുത്തിട്ട് ഇങ്ങനെ ഈ കൂട്ടിലകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ 100% ഗ്യാരണ്ടിയാണ് ഈ ഈച്ച റാണി, പുതിയ വിരിഞ്ഞ റാണി കൂട് വിട്ട് പോവില്ല. കാരണം അവർക്ക് കുറേ ഈച്ചകൾ, കുഞ്ഞീച്ചകൾ വിരിഞ്ഞ് കിട്ടും, മുട്ടയും പുഴുവുണ്ട്, അങ്ങനത്തെ ഇതൊക്കെയുള്ള ഒരു കൂട് അവർക്ക് കിട്ടി. ആ കൂടിലേക്ക് അങ്ങനെ ഒരു അട അവർക്ക് വന്നതുകൊണ്ട് 100% ഗ്യാരണ്ടിയാണ് പോവില്ലാന്ന്. എൻ്റെ പല കൂടിനും ഇതുപോലെ ചിലപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂട് റാണി പറന്നു എല്ലാം പോകുന്നില്ല. ഇതിപ്പോൾ അതുപോലെ തന്നെ വേറൊരു കൂടാണ്. ഞാൻ 15 ദിവസം മുമ്പ് പിരിച്ച ഒരു കൂടാണ്. ഈ കൂടിലും സമാനമായ അവസ്ഥയാണ്. ഇപ്പോൾ പുതിയതായിട്ടൊരു ഈ അടയെടുത്ത് നമ്മൾ പരിശോധിക്കണം, ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് ഇതിനുള്ളിൽ റാണി വിരിഞ്ഞു, ഇവർ പുതിയ അടയെല്ലാം പണിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് അടയുടെ ആ ഒരു അവസ്ഥ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതിനകത്ത് മുട്ടയും പുഴുവൊന്നും ഒട്ടും ഇല്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ അടുത്തൊരു കൂടിൽ നിന്ന് മുട്ടയും പുഴുവുള്ള ഒരു അടയെടുത്തിട്ട് ഈ കൂടിന് എന്തായാലും കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളറിയാതെ ഈ ഈച്ചകൾ ചിലപ്പോൾ പറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പരീക്ഷണത്തിൽ നിൽക്കാതെ നമ്മൾ എല്ലാ കൂടും ഒരേ സമയത്ത് ഒന്നിച്ച് പിരിക്കരുത്. അപ്പോൾ ഇത്തരം സംഭവമുള്ള നമ്മൾ നോർമലി നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 കൂട് മാത്രം പിരിക്കും. ബാക്കിയുള്ള കൂട് പിരിച്ചിട്ട് ഇതിനകത്ത് നിന്നുണ്ടാകുന്ന റാണി സെല്ലുകൾ മുറിച്ചിട്ടാണ് അത്തരം കൂടുകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം വരില്ല. കാരണം 8 ദിവസം പ്രായമുള്ള മുട്ടയാണ് അത്തരം കൂടുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 5 ദിവസം കൊണ്ട് വിരിയുകയും അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അടയിലുള്ള മുട്ടയും പുഴുവും വിരിഞ്ഞു തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പം ഒന്നിച്ച് എല്ലാ കൂട് പിരിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞ് ഇന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.